അനദർ വീഡിയോ ഓഫ് സൈലേൺ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ആങ്കർ ആണ്. ആങ്കർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഇമോഷനാണ് അല്ലേ? എന്തുകൊണ്ടാണ് ആങ്കർ പവർഫുൾ ഇമോഷൻ ആണെന്ന് ഞാൻ പറഞ്ഞത്? കാരണം ആങ്കർ വഴി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ഷൻസ് നമ്മുടെ റിലേഷൻഷിപ്സിനെ വരെ അത് അഫക്റ്റ് ചെയ്യാം. ഈ ആങ്കർ എന്ന് പറയുന്നത് ഒരു സമയം കൊണ്ട് പെട്ടെന്ന് വരുന്നതല്ല. അതിന് പല പല സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജസ് ഉണ്ട്. ദ ബിൽഡപ്പ് സ്റ്റേജ്, സ്പാർക്ക്, എക്സ്പ്ലോഷൻ, ആഫ്റ്റർമെത്ത്. ഫസ്റ്റ് സ്റ്റേജാണ് ബിൽഡപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനും റിസെൻമെൻറ്റും ഒക്കെ ഫീൽ ചെയ്യുന്ന സമയമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും സ്ട്രെസ്സർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് ചെയ്യുന്ന കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഫീലിങ്ങിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊളീഗ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഈ ഒരു വ്യക്തി മീറ്റിങ്ങിലാണ്. ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കൊളീഗ് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കുറേ വന്ന് ഒന്നല്ല രണ്ടല്ല പല തവണകളായിട്ട് ഈ ഒരു കൊളീഗ് ഡിസ്റ്റർബ് ചെയ്യാണ്. ആദ്യമൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. പിന്നെ ആയപ്പോഴേക്കും ഭയങ്കര ഒരു അനോയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മളത് ബിൽഡപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് ദ സ്പാർക്ക് എന്ന് പറയുന്ന സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഒരു സ്പെസിഫിക് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. അത് ചിലപ്പോൾ ഒരു മൈനർ ട്രിഗർ ആയിരിക്കാം, ഒരു ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ നേരത്തെ നമ്മൾക്ക് ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനും ഉള്ളത് കൊണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ദേഷ്യവും ആ ഒരു ടെൻഷനും കൂടി നമുക്ക് ആ മൈനർ സ്ട്രെസ്സറിനെ അല്ലെങ്കിൽ മൈനർ ട്രിഗറിനെ നമുക്കൊരു വലിയ രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഈ ഒരു വ്യക്തി പലപ്പോഴായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ ഈ കൊളീഗ് പലപ്പോഴായിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ലിമിറ്റ് കടന്നു കഴിയുമ്പോഴത്തേനും ആങ്കറിലോട്ട് ലീഡ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റ് എത്തി, ആ ഒരു സ്പാർക്ക് എത്തി. അടുത്തത് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ എക്സ്പ്ലോഷൻ സ്റ്റേജാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ദേഷ്യം പുറത്തേക്ക് കാണിക്കുന്നത്. ഈ ഒരു സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നത്, ഒരു സ്ട്രോങ് ഇമോഷണൽ റിയാക്ഷനാണ് കൊടുക്കുന്നത്, ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ആക്ട് അവർ ചെയ്യുന്നത്. പിന്നീട് അവരത് റെഗ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു ഇമ്പൾസീവ് ആക്ഷൻ അവർ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തി ഈ കൊളീഗ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ആ ലിമിറ്റ് കടന്നിട്ട് നമ്മൾ ചോദിക്കുന്നു, ഞാൻ എൻ്റെ പണി ഒന്ന് ചെയ്ത് തീർക്കാൻ എന്നെ ഒന്ന് സമ്മതിക്കാവോ എന്ന് ഉറക്കെ ചോദിക്കുകയാണ്. മറ്റ് സ്റ്റാഫുകളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറക്കെ ചോദിക്കുന്നു. 4ാമത്തെ സ്റ്റേജാണ് ആഫ്റ്റർമെത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് ആങ്കർ പുറത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സീരീസ് ഓഫ് ഇമോഷൻ വരാം. ചിലപ്പോൾ നമുക്ക് റിലീഫ് തോന്നാം. അങ്ങനെ ദേഷ്യം പറഞ്ഞു തീർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സമാധാനം തോന്നാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നാം, അല്ലെങ്കിൽ നമുക്കൊരു ഷെയിം തോന്നാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആ നടന്ന ഒരു സംഭവത്തിന് പിന്നെയും നമ്മൾ ഒന്ന് ഓർക്കുകയാണ്, അയ്യോ ഞാനന്ന് ചെയ്തത് മോശമായിപ്പോയി എന്ന് ഓർത്തിട്ട് നമ്മൾ ചെയ്ത ആ ഒരു കൊളീഗിനെ നമ്മൾ തിരിച്ചു പോയിട്ട് അവരോട് സോറി പറയുകയാണ്, റെഗ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ആഫ്റ്റർമെത്ത് എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ ആങ്കറിന് മൊത്തം 4 സ്റ്റേജസ് ഉണ്ട്. ദ ബിൽഡപ്പ് സ്റ്റേജ്, ദ സ്പാർക്ക് സ്റ്റേജ്, ദ എക്സ്പ്ലോഷൻ, ദ ആഫ്റ്റർമെത്ത്. താങ്ക് യു.